രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനെതിരെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്നാണ് രാഹുലിന്റെ ഭീഷണി. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്തൊരു മനുഷ്യനും നോക്കണ്ട, എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെയാണോ പേടിപ്പിക്കുന്നത് എന്ന ചോദ്യം. നീ എന്ത് ചെയ്താലും ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ലെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. ഈ കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം. അങ്ങനെ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ലല്ലോ. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. ഒരു മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെ എങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കലൊന്നും അല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണ്. ഇനി ഞാൻ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല എന്ന കാര്യങ്ങൾ ദേ ഇപ്പം ആ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർ നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ നടത്തിയ ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ വിൻഡോയുടെ ഒരു ഭാഗത്തായി കാണുന്നത്. എത്ര കോളുകൾ വിളിച്ചു, എത്ര മെസ്സേജുകൾ അയച്ചു, ആ മെസ്സേജുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. എന്താ ക്ഷമയ്ക്ക് ഒരു ലിമിറ്റുണ്ട്, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ. ഐ ഫീൽ യു വെരി മച്ച് സസ്പീഷ്യസ്, ഇങ്ങോട്ടുള്ള ഭീഷണിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിരവധി കാര്യങ്ങൾ. ഈ നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വരും, ദാറ്റ്സ് ഓൾ, ഇല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണിയൊന്നും വേണ്ട, എന്ത് പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല തുടങ്ങി ഭീഷണിയാണ് മുഴക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. VS അനു വിവരങ്ങളുമായിട്ടുണ്ട്. അനു, കേട്ടതിനും അപ്പുറം തെളിവായി സന്ദേശങ്ങൾ കൂടി വരുന്നു, സ്ക്രീൻഷോട്ടുകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. തീർച്ചയായും സേതു, ഈ പറയുന്ന മൂന്നാം പരാതിക്കാരിയും അല്ലെങ്കിൽ ആ പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ഈ പുറത്തുവിടാൻ വേണ്ടി കഴിയുന്നതിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ നിന്നവർക്ക് കുടുംബത്തിനെതിരെ അതേ നാണയത്തിൽ താൻ തിരിച്ചടിക്കും. അത് അതിജീവിതയായ യുവതിയോട് രാഹുൽ പറയുകയാണ്, പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട, കുറ്റസമ്മതം നടത്താനാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. ഒരു മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഞാനിത് മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കാൻ ഒന്നുമല്ല മോളെ, അതൊക്കെ നിൻ്റെ തോന്നലാണ്. ഇനി ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല. നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും, ദാറ്റ്സ് ഓൾ, അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട. എന്ത് പറഞ്ഞാലും എനിക്ക് നഷ്ടപ്പെടാനില്ല. ഇനി ഏറ്റവും ഒടുവിൽ എന്താ പറയുന്നത്, ആരെയാ പേടിപ്പിക്കുന്നത്, എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാൾ നീ പേടിപ്പിക്കുന്നോ, നീ പ്രസ് മീറ്റ് നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് വലിയ തരത്തിൽ ഈ പറയുന്ന ഈ മൂന്നാമത്തെ പരാതിയുമായി പോലീസിനെ സമീപിക്കുമെന്ന് പറയുമ്പോഴാണ് ഈ തരത്തിലുള്ളൊരു ഭീഷണി സന്ദേശത്തിൽ രാഹുൽ തിരിച്ച് ഈ പറയുന്ന യുവതിയോട് സംസാരിക്കുന്നത്. ആ സ്ക്രീൻഷോട്ടാണ്, ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സേതു, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയും ഈ പക്ക ഭീഷണിയാണ് അനു. കാരണം അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നീ നന്നായി ജീവിക്കണം. അതായത് ഈ പ്രസ് മീറ്റ് ഒരു കാര്യങ്ങൾ എനിക്ക് എന്ത് പറഞ്ഞാലും ഒന്നും നഷ്ടപ്പെടാനില്ല. ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ ഇപ്പോൾ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതൊക്കെ കേസ് കൊടുക്കലാണ്. നീ കേസ് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ, അപ്പോൾ എന്നിട്ട് ഞാൻ നിന്നെ നന്നായി ജീവിക്കാൻ വിടാം തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണിത്. ഇയാളൊരു MLA അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ, ആ ഒരു ലെവലിലൊക്കെ വിട്ട് സംസാരിക്കുകയാണ് അനു. തീർച്ചയായും ഈ സ്ക്രീൻഷോട്ടുകൾ പരസ്പരം തമ്മിൽ ബന്ധമുണ്ടായിരുന്ന ഒരു രണ്ടുപേർ തമ്മിലുള്ള സ്ക്രീൻഷോട്ടും അതിനുശേഷം ഇവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഭീഷണിയുമാണ് ഈ സ്ക്രീൻഷോട്ടിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്തേക്കുള്ള ഒരു ശരീരഭാഷ അനു രാവിലെ മുതൽ തന്നെ ആ വാർത്ത ചെയ്യുന്നതാണല്ലോ. അപ്പം ആ ഒരു ശരീരഭാഷ തന്നെ കണ്ടില്ലേ, ഒരു കൂസലുമില്ല, ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നു, ഒരു കൂസലുമില്ല, എന്നെ ആരും പേടിപ്പിക്കാനും വിരട്ടാനും ഒന്നും നോക്കണ്ട എന്നൊരു ശരീരഭാഷയായിരുന്നു. മാത്രമല്ല മാധ്യമങ്ങളോട് പറഞ്ഞതാവട്ടെ, കുറച്ചേ പറഞ്ഞുള്ളൂ എങ്കിലും പറഞ്ഞതെന്താ, ഞാൻ ഇനിയും മത്സരിക്കും, സ്വതന്ത്രനായി മത്സരിച്ചാലും ഞാൻ ജയിക്കും, എന്നെ ആരും തകർക്കാൻ നോക്കണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
തീർച്ചയായും രാഹുൽ ആ തരത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ ഒരു പ്രവർത്തനം. അത് നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ പുറത്തുവിട്ട ഈ ചാറ്റ് പോലും ആദ്യ പരാതി വന്നതിന് ശേഷമാണ് ഈ യുവതിയും താനും പരാതിയുമായി പോകുമെന്ന് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഇനി എന്താ പറയുന്ന നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഞാൻ എല്ലാം തകർക്കുമെന്ന തരത്തിൽ തിരികെ ആ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതാണ് നമുക്ക് ഈ ചാറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ യുവതിയുമായുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ ചാറ്റിലൂടെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് ഈ യുവതിയുമായി രാഹുലിന് ബന്ധമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ ഈ ഫ്ലാറ്റ് വാങ്ങി നൽകാൻ വേണ്ടി രാഹുൽ നിർബന്ധിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അത് ഇന്നലെ നമ്മൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ യുവതിയുമായി ബന്ധമുണ്ട് എന്നും ഈ യുവതിയെ ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി നോക്കി എന്നുള്ളതും ഇപ്പോൾ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ചാറ്റ് വ്യക്തമാക്കുന്നത്. സേതു, ശരിയാനു, ശരി. ഇപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതി വന്നു. അതിൽ ഇയാൾക്കെതിരെ നടപടി വന്നു. അതിന് പിന്നാലെ ഈ അതിജീവിതയുമായി ഈ രാഹുൽ നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ രാഹുൽ ഈ പരമാവധി ഭീഷണിപ്പെടുത്തുന്നു ആ സ്ത്രീയെ. അവരെ വൈകാരികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വാക്കുകളാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നോക്കൂ, ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലേ, ഒരു പെൺകുട്ടി, അവർ ഈ മാനസികമായി പൂർണ്ണമായും തളർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അക്കാര്യങ്ങളൊക്കെ താൻ ചതിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവർ അക്കാര്യങ്ങൾ ഈ താൻ സ്നേഹിച്ച പുരുഷനോട് പറയുമ്പോൾ അയാളിൽ നിന്നുണ്ടാകുന്ന മറുപടിയാണ് ഇതൊക്കെ, അയാൾ അവരോട് പെരുമാറുന്ന രീതിയാണ് ഇതൊക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ്, ഞാൻ താങ്ങും പക്ഷേ നീ ഒന്നും താങ്ങില്ല, നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും, ഇമേജ് തിരിച്ചു പിടിക്കലൊന്നും അല്ല എനിക്ക്, ഇതൊക്കെ ഒരു മാസം മുൻപാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു, എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ, ഇനി നിന്നെയും നിൻ്റെ വീട്ടുകാർക്കെതിരെയും ഒക്കെ ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങി. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇതൊക്കെ ഇനിയിപ്പം അന്വേഷണ സംഘം കോടതിയിലേക്കൊക്കെ ഇത് ഹാജരാക്കുമായിരിക്കും. തെളിവുകൾ കൂടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ. അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന വേട്ടക്കാരനെതിരെ, ഒരു സീരിയൽ റേപ്പിസ്റ്റിനെതിരായ തെളിവുകൾ കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.